Hi all, welcome to HeadCodes. ഇന്നോട്ടിട്ട് നമ്മൾ ബേസിക് കോഡിന്റെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു സീരീസിൽ ഏകദേശം ഒരു 9 വീഡിയോസോളം ഉണ്ടായിരിക്കും. ഈ വീഡിയോസ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ബേസിക് കോഡിങ്ങിന്റെ ഫണ്ടമെന്റൽസ് ഭയങ്കര സ്ട്രോങ് ആവുകയുള്ളൂ. ഈ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യുന്നത് സി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ എന്തിന് ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മറ്റേത് ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോഡിങ്ങിന്റെ ബേസിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കോഡിങ്ങിന്റെ ബേസിക്സ് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചോട്ടെ, നിങ്ങൾ ഡാർട്ട് പഠിച്ചോട്ടെ, ഏതാണെന്നുണ്ടെങ്കിലും എന്ത് വേണം, നമുക്ക് കോഡിങ്ങിന്റെ ബേസിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വാട്ട് ഈസ് പ്രോഗ്രാമിംഗ്? എന്താണ് പ്രോഗ്രാമിംഗ്? പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതിനാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ സി എന്താണ്, ജാവാസ്ക്രിപ്റ്റ് എന്താണ്, ജാവ എന്താണെന്നുള്ളത്? ഇതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയാനൊക്കെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, ഇത് ഞാൻ മലയാളം ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഉണ്ട്, മറാത്തി ഉണ്ട്, തമിഴ് ഉണ്ട്, അതേപോലെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. അതേപോലെ കമ്പ്യൂട്ടറിന് മനസ്സിലാവാനായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ലാംഗ്വേജ് ആവശ്യമാണ്. അങ്ങനത്തെ ലാംഗ്വേജസ് ആണ് നമ്മൾ പറയുന്നത് സിയും പൈത്തണും ജാവാസ്ക്രിപ്റ്റും ഒക്കെ. നമ്മൾ ഈ സീരീസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് സി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ട് നമ്മൾ സി ചൂസ് ചെയ്തെന്ന് വെക്കുകയാണെങ്കിൽ സി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് കാണുന്ന പല ടെക്നോളജീസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കമ്പൈലർ എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്ന ഈ ടെക്സ്റ്റും ഇമേജസും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിച്ചറിയാൻ പറ്റും ഇത് ടെക്സ്റ്റ് ആണ് ഇമേജ് ആണ് എന്നുള്ള രീതിയിൽ. പക്ഷെ കമ്പ്യൂട്ടറിന് ഇത് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്ന ബൈനറി കോഡ്സ് ആണ്. 0101 എന്നുള്ള ബൈനറി കോഡ്സ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുന്ന ഈ സിയിലും പൈത്തണിലും അല്ലെങ്കിൽ ജാവയിലൊക്കെ എഴുതുന്ന കോഡ്സ് ഉണ്ടല്ലോ, ഇതിന് എന്ത് ചെയ്യണം, നമ്മുടെ മെഷീൻ കോഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം ഈ 0101ലേക്ക്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാനുവലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് നമ്മുടെ ഐഡിയ തന്നെ നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് കടക്കാം. എല്ലാവരും പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തിട്ടാണ്. നമുക്കും ആ പതിവ് തെറ്റിക്കേണ്ട, നമുക്ക് എങ്ങനെയാണ് ഹലോ വേൾഡ് സി ലാംഗ്വേജിൽ പ്രിന്റ് ചെയ്യാൻ നോക്കാം. അതിനാദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഐഡി എടുക്കണം. ജിനി ഐഡി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഐഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നേരെ പോയിട്ട് എന്ത് ചെയ്യണം, അത് കണ്ടതിന് ശേഷം ആ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇത് എന്താണെന്നൊന്നും ആലോചിക്കേണ്ട. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ആഷ് ഇൻക്ലൂഡ് stdio.h എന്ന് എഴുതുക. ഇത് ഹെഡർ ഫയലാണ്. ഇതൊക്കെ എന്താണ് ഈ ഒരു വീഡിയോന്റെ ഫുള്ള് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, ഈ സീരീസ് ഫുള്ളായിട്ടാണ് ഇവിടെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിന് ഇൻഡി മെയിൻ എന്ന് എഴുതുക. മെയിൻ ഫംഗ്ഷൻ ആണിത്. നമ്മൾ ഇതേപോലെ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കേളി ബ്രാക്കറ്റ്സ് ഇതേപോലെ ഓപ്പൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ printf എന്ന് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് എഴുതുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുക. അതിനുശേഷം സിയിൽ നിങ്ങൾ ഏത് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ സെമിക്കോളം കൊടുക്കണേ. അത് സിയിൽ നിർബന്ധമാണ്, അല്ലാന്നുണ്ടെങ്കിൽ എറർ അടിക്കും. ഇതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കാം. സേവിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ മെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം .c എന്ന് കൊടുക്കണം. .c എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെക്കുകയാണെങ്കിൽ .c എന്ന് പറഞ്ഞാൽ ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ സി ലാംഗ്വേജ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ .c എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ സേവ് ചെയ്യാം. ഇപ്പോൾ സേവ് ചെയ്തപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ഐഡിയിൽ കുറെ കളേഴ്സ് ഒക്കെ വന്നിട്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുകൾ കണ്ടില്ലേ, ഇതിൽ ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാം. എന്തിനാ നമ്മൾ ബിൽഡ് ചെയ്യണമെന്ന് വെക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി കമ്പൈലറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, നമ്മുടെ കമ്പ്യൂട്ടർ എന്താ മനസ്സിലാവുള്ളൂ, 001 എന്നല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ കോഡ് അങ്ങനെ അല്ലല്ലോ, അത് കമ്പ്യൂട്ടർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്ത്. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. ഇവിടെ റണ്ണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഹലോ വേൾഡ് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എന്തൊക്കെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞുതരാം. ആഷ് ഇൻക്ലൂഡ് stdio.h എന്നുള്ളത്, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സിയിൽ ഏത് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അതേപോലെ തന്നെ ഇന്ത്യ മെയിൻ എന്ന് എഴുതിയിട്ടില്ല, അതെ, ഇതിനെയാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനുള്ളിലായിരിക്കും നമ്മൾ ബാക്കി എഴുതുന്ന പ്രിന്റും ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത് അതൊക്കെ ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കും. ഇത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എന്ത് വേണം, നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ printf ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടില്ലേ, ഈ printf എന്ന് പറയുന്നത് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ പ്രിന്റ് ഫംഗ്ഷൻ ആണ്. എന്ന് വെക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ നമ്മൾ ഡബിൾ കോട്ട്സിനുള്ളിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും കമ്പ്യൂട്ടർ നമുക്ക് അത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇൻപുട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് വാല്യൂ കൊടുക്കില്ലേ, അതിനാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കുറച്ച് വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റാസ് കാണിച്ചു തരുമല്ലോ, അതിനാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, ഇപ്പൊ നമ്മുടെ ബേസിക്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. സി ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം യൂസ് ചെയ്യാനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. വേരിയബിൾസ്
ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വേരിയബിൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നേഴ്സ് ആണ്. സപ്പോസ് എൻ്റെ കയ്യിലൊരു പെൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പെൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോക്സിലായിട്ട് സൂക്ഷിച്ച് വെച്ചൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് പിന്നീട് ഈ ഒരു ബോക്സിൽ നിന്ന് ആ പെന്ന് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഇതേപോലെ പ്രോഗ്രാമിംഗിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നീടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, വേരിയബിൾസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേരിയബിൾസിന്റെ കൂടെ തന്നെ നമുക്ക് ഡാറ്റ ടൈപ്സ് എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കണം. ഡാറ്റ ടൈപ്സ് എന്താണ്? ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അല്ലേ. നമ്മുടെ ഫോൺ നമ്പർ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. നമ്മുടെ പേരെന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ തന്നെയാണ്. ഇപ്പൊ നമ്പേഴ്സിൽ തന്നെ പല തരത്തിലുള്ള ടൈപ്സ് വരുന്നില്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോയിന്റ് വരുന്ന നമ്പേഴ്സ് ഒക്കെ അല്ലേ. അങ്ങനെ ഒരുപാട് എന്തുണ്ട്, ടൈപ്സ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. ഇതിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സിയിൽ തന്നെ, സി എന്നല്ല മറ്റേ മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും മെയിൻലി വരുന്ന കുറച്ച് ഡാറ്റ ടൈപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ്? ഈ 1 2 3 4 5 6 അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഒക്കെ അല്ലേ. അത് നമ്മൾ ഇന്റ് എന്ന് പറഞ്ഞിട്ട് ഇൻഡിജേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. എന്താണ് ഫ്ലോട്ട്? നമ്മുടെ ഈ പോയിന്റ് ആയിട്ടുള്ള എഴുതുന്ന വാല്യൂസ് ഒക്കെ അല്ലേ. ഇപ്പൊ 3.14 എന്നൊക്കെ എഴുതില്ലേ, അതിനെയാണ് നമ്മൾ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ ഡബിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഉണ്ട്. എന്നൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഫ്ലോട്ടിൽ 3.1234567 വരെ പോകുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് പോയിന്റ് ചെയ്യേണ്ട ഡിജിറ്റ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡബിൾ യൂസ് ചെയ്യും. പിന്നെ അതിനുശേഷം ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ക്യാർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. അത് എന്തിനാന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആൽഫബറ്റ്സ് അല്ലേ, ABCD, അങ്ങനത്തെ ആൽഫബറ്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഫോർമാറ്റ് സ്പെസിഫയർ എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഇല്ല കേട്ടോ ഫോർമാറ്റ് സ്പെസിഫയർ. നമ്മുടെ സിയിൽ മാത്രമേ ഉള്ളൂ. സിയിൽ മാത്രമല്ല മറ്റു ലാംഗ്വേജസിലും ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻലി ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തായാലും സി വെച്ചിട്ടല്ലേ ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോർമാറ്റ് സ്പെസിഫയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇൻഡിജേഴ്സിനെ ഇന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് സൂചിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഷോർട്ട് ഫോമിൽ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ %d എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിജേഴ്സിനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരില്ല. ഓക്കെ, അത് നമ്മൾ സിയിൽ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലോട്ടിനെ %f എന്നും ഡബിളിനെ %lf എന്നും ക്യാരക്ടറിനെ %c എന്നും പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, അതുപോലെ തന്നെ ഫോർമാറ്റ് സ്പെസിഫയർ, ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, സ്ക്രീനിലേക്ക് നോക്കാം. നമുക്ക് 2 നമ്പേഴ്സ് ആണല്ലോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 വേരിയബിൾസ് അതിനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് num1 എന്നും num2 എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആദ്യം ഡാറ്റ ടൈപ്പാണ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യേണ്ടത്. ഏത് ഡാറ്റ ടൈപ്പ് ആണ് നമ്മൾ എന്നുള്ളത് വളരെ സ്പെസിഫൈ ആയിട്ട് കൊടുക്കണം. നമ്മൾ ഇന്റിജർ വാല്യൂസ് ആണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്നു. അവിടെ num1 എന്ന് കൊടുക്കുന്നുണ്ട്, അസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു 20 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഇന്റ് num2 അസൈൻ 30 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്യാം. അതിലെന്ത് ചെയ്യാം, ഈ num1 num2നെ നമുക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് ചെയ്ത വാല്യൂ ഉണ്ടല്ലോ അത് ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ ഞാനിവിടെ ഇന്റ് സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അസൈൻ num1 പ്ലസ് num2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സമ്മ മാത്രം പ്രിന്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ പ്രിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡബിൾ കോട്ട്സിനുള്ളിൽ ദ സം ഈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇപ്പൊ വേണമെങ്കിൽ ദ റിസൾട്ട് ഈസ് എന്ന് കൊടുക്കാം, ദ റിസൾട്ട് ഈസ്. അതിനുശേഷം നമ്മളിവിടെ %d യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ %d എന്തിനാ സൂചിപ്പിക്കുന്നത്, ഇൻഡിജേഴ്സിനെയാണല്ലോ. ഇൻഡിജർ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, %d കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം കോമ ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് കോമ ഇട്ടതിന് ശേഷം നമ്മളിവിടെ സം എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ എന്ത് ചെയ്യാം, സെമിക്കോളൻ ഇട്ടതിന് ശേഷം ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് ബിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ദ റിസൾട്ട് ഈസ് 50 എന്ന് കിട്ടിയിട്ടുണ്ട്. 20 + 30 50 ആണ് നമ്മുടെ പ്രോഗ്രാം. വളരെ എന്താണ് സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ദ റിസൾട്ട് ഈസ് %d അല്ലേ നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ %d ഇപ്പോൾ സപ്പോസ് ഫസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പം എങ്ങനെ വരികയെന്നറിയോ, നമ്മളിപ്പോൾ ബിൽഡ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ കണ്ടോ 50 റിസൾട്ട് ഈസ് ആണ്. %d എവിടെയാണോ കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ എന്ത് വരിക, നമ്മുടെ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത വാല്യൂ വരിക. ഓക്കെ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണിച്ചത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്റ് num1 num2 അസൈൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാല്യൂസ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു രീതിയിലും ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇപ്പോൾ
ഞാനിവിടെ ഇൻറ്റ് num2 കളയാണ്. അതിനുശേഷം ഇൻറ്റ് num1, num2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്നത് വേരിയബിൾ ഡിക്ലറേഷൻ എന്നാണ്. നമ്മളിവിടെ ഇൻറ്റ് num2 അല്ലെങ്കിൽ ഇൻറ്റ് num1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതേപോലെ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സ്ലാഷ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ കമന്റ്സ് എന്നാണ് പറയും. ഇത് സിംഗിൾ ലൈൻ കമന്റ് ആണ്. ഇനി ഡബിൾ ലൈൻ കമന്റും കൂടി എന്നൊക്കെയാണെങ്കിൽ നമുക്ക് രണ്ടിൽ കൂടുതൽ ലൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ മൾട്ടി ലൈൻ കമന്റ് ചെയ്യാൻ പറ്റും. മൾട്ടി ലൈൻ കമന്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ മൾട്ടി ലൈൻ കമന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു കമന്റ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തു നോക്കാം. ഇപ്പൊ നമ്മൾ ഈ num1ലും num2ലും എന്താ ചെയ്യുന്നത്? നമ്മൾ തന്നെയല്ലേ വാല്യൂസ് കൊടുക്കുന്നത്. നമുക്കിത് എന്ത് ചെയ്യാം? യൂസറിനെ കൊണ്ട് എന്ത് ചെയ്യാം? num1ലേക്കും num2ലേക്കും എന്ത് ചെയ്യാം? വാല്യൂസ് നമുക്ക് യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങാം. അതിനായിട്ട് നമുക്ക് scanf എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻറ്റ് num1 num2 എന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത് യൂസറിന്റെ അടുത്ത് ചോദിക്കണമല്ലോ. അതിന് നമുക്കൊരു printf-നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. എന്താണ്? പ്ലീസ് എൻ്റർ 2 numbers എന്ന് കൊടുക്കാം. പ്ലീസ് എൻ്റർ 2 numbers എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെമികോളൻ ഇട്ടിട്ട് എൻഡ് ചെയ്യണം അത്. അതിനുശേഷം scanf നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. scanf എന്ന് എഴുതാം. അത് നമുക്ക് scanf എന്തിനാണ്? ഇൻപുട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ scanf യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഏത് ഡാറ്റ ടൈപ്പ് ആണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. നമ്മൾ ഇന്റിജർ വാല്യൂ ആണല്ലോ വാങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ %d കൊടുക്കണം. നമ്മൾ 2 നമ്പേഴ്സ് വാങ്ങുന്നുണ്ടല്ലോ, അപ്പൊ 2 വാല്യൂസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2% d കൊടുക്കണം. ഒരെണ്ണെ വാങ്ങുന്നുള്ളതെങ്കിൽ ഒറ്റ %d മതി. അപ്പൊ നമ്മളിവിടെ 2% d കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഡബിൾ കോട്ട്സ് കഴിഞ്ഞതിന് ശേഷം കോമ കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ആംബർസെന്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്യണേ. ഈ ആംബർസെന്റ് എന്തിനാണെന്നൊന്നും നിങ്ങൾ വിചാരിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സ്കാനറിൽ നമ്മളിപ്പോൾ ആംബർസെന്റ് യൂസ് ചെയ്യുന്നത് മാത്രം ഇപ്പൊ മനസ്സിലാക്കുക. അത് മെമ്മറി അഡ്രസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനെ പറ്റി ആലോചിച്ചിട്ട് ഇനി തിങ്ക് ചെയ്യൊന്നും വേണ്ട, ഓവർ തിങ്ക് അടിക്കല്ലേ. സ്കാനറിൽ എന്ത് ചെയ്യണം? നമ്മൾ ആംബർസെന്റ് യൂസ് ചെയ്തിട്ട് വേരിയബിളിന്റെ പേര് കൊടുക്കണം. അങ്ങനെ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ഇവിടെ num1 എന്ന് കൊടുത്തിട്ടുണ്ട്. കോമ വീണ്ടും എന്ത് ചെയ്യണം? ആംബർസെന്റ് num2. ഓക്കെ, അങ്ങനെ കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? നമുക്കിതൊന്ന് ബിൽഡ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പ്രോഗ്രാം തന്നെയാണ് ഞാൻ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. പ്ലീസ് എൻ്റർ 2 numbers വെച്ചിട്ട് ഞാനിവിടെ 30 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഞാൻ അടുത്ത നമ്പർ 30 കൊടുത്തിട്ടുണ്ട്. ദ റിസൾട്ട് 60 എന്ന് വന്നിട്ടുണ്ട്. സക്സസ്ഫുള്ളി ആയിട്ട് ഈ ഒരു പ്രോഗ്രാം റൺ ആയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതാണ് /n/t പോലത്തെ എസ്കേപ്പ് സീക്വൻസസും കൂടി ഉണ്ട്. ഈ എസ്കേപ്പ് സീക്വൻസ് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഇപ്പോ ഇത് റൺ ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പോ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് തന്നെ അല്ലേ ചോദിക്കുന്നത് പ്ലീസ് എൻ്റർ 2 numbers എന്നുള്ളത്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത്? നമുക്ക് അടുത്ത ലൈനിലേക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? /n കൊടുക്കാം. ഈ സ്ലാഷ് എവിടുത്തെ സ്ലാഷ് ആണെന്ന് ചോദിച്ചാൽ എൻ്റർ കീന്റെ മുകളിൽ ഒരു സ്ലാഷ് ഇല്ലേ, ആ സ്ലാഷ് ആണ് കേട്ടോ. എറർ അടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. സോ കണ്ടോ, അടുത്ത ലൈനിലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് എന്തുണ്ട്? എസ്കേപ്പ് സീക്വൻസസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് /t എന്നുള്ളത്. /t എന്ന് പറഞ്ഞ ഒരു ടാബ് സ്പേസ് ആണ്. ഇതേപോലെയാണ് ടാബ് സ്പേസ് വരിക. സോ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം.